ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധൻ BA പ്രകാശ് ടെലിഫോൺ ലൈൻ ചെയ്യുന്നുണ്ട്. നമസ്കാരം സർ. ഈ UDF സർക്കാരിന്റെ ആദ്യത്തെ ബജറ്റ് അവതരണം നാളെ നടക്കാൻ പോകുന്നു. എന്തെങ്കിലും പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? എന്തൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? അല്ല, എനിക്ക് തോന്നുന്ന ഇപ്പോ ഈ UDF സർക്കാർ അവർ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ അവരുടെ ചില പ്രഖ്യാപനങ്ങൾക്കനുസരിച്ചുള്ള ചില നടപടികൾ നാളത്തെ ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഇപ്പൊ തന്നെ KSRTCയിൽ സൗജന്യ യാത്ര നടപ്പിലാക്കി. അതോടൊപ്പം തന്നെ ഈ 5 ഇന്ദിരാ ഗ്യാരണ്ടി പ്രോമിസസ് ആണ് UDF സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതില് ചില പരിപാടികൾ മിക്കവാറും നാളത്തെ ബഡ്ജറ്റിലേക്ക് വന്നേക്കാം, അല്ലെങ്കിൽ ചിലതില് ചെറിയ മാറ്റം പ്രഖ്യാപിച്ചേക്കാം. ആ തരത്തിലുള്ള ഈ 5 പ്രധാനപ്പെട്ട ഇന്ദിരാ ഗ്യാരണ്ടി സ്കീംസ് പ്രോമിസസുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രഖ്യാപനങ്ങൾ നാളത്തെ ബഡ്ജറ്റിൽ ഉണ്ടാവാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. രണ്ടാമത്, ഇപ്പോ സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി വളരെ മോശമാണ്. അതിലൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നികുതി പിരിവ് തീരെ മോശമായി എന്നുള്ളതാണ്. ഇപ്പൊ കഴിഞ്ഞ വർഷം 10 വർഷം ഒരു സർക്കാർ അധികാരത്തിലിരിക്കുന്നു. ആ നികുതി പിരിവ് വളരെ വീഴ്ച വരുന്നു, അതിൽ ധാരാളം കറപ്ഷൻ വരുന്നു, ആ തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോ തീർച്ചയായിട്ടും ഈ നികുതി പിരിവില് സംസ്ഥാന സർക്കാർ കളക്ട് ചെയ്യുന്ന നികുതി ഏതര ഇനങ്ങളിൽ പിരിവ് മെച്ചപ്പെടുത്താനായിട്ടുള്ള പല നടപടികളും പ്രഖ്യാപിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. പിന്നെ അടുത്ത പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ വൈറ്റ് പേപ്പറിൽ നേരത്തെ ചൂണ്ടിക്കാണിച്ച ഒരു പ്രധാനപ്പെട്ടുള്ള കാര്യം, ഏതാണ്ട് കഴിഞ്ഞ സർക്കാർ ഏതാണ്ട് 20,000 കോടി രൂപയോളം അധികം വരുമാനം കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ അവർ വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇപ്പൊ തന്നെ ഈ ധവളപത്രത്തിലുമൊക്കെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ഏതാണ്ട് 20,000 കോടി രൂപയുടെ ഒരു വലിയൊരു ഷോർട്ടേജ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ ബഡ്ജറ്റിലാണെങ്കിൽ അത് ഇൻഫ്ലേറ്റ് ചെയ്ത് കാണിച്ചതാണ്. അപ്പോൾ അതിലൊക്കെ കുറെ ഒരു വ്യത്യാസം വരും. അതിൽ ആ ഷോർട്ട് ഫോള് നികത്താനായിട്ടുള്ള ചില നടപടികളിലേക്ക് വരും. അപ്പോ ഇപ്പൊ തന്നെ ഈ ഫ്രീ ബസ് ട്രാവലൊക്കെ കൊടുത്തത് മൂലം ഏതാണ്ട് ഒരു 800 കോടി രൂപയുടെ അധിക ബാധ്യത വന്നിട്ടുണ്ട്. അപ്പൊ ഈ സാഹചര്യത്തില് ഇതിനൊക്കെ എങ്ങനെയാണ് പണം കണ്ടെത്തുന്നു എന്നുള്ളതിനെ പറ്റിയുള്ള ചില നടപടികൾ വന്നേക്കാം. പിന്നെ പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യം, ഈ സമുദ്ര സീ പ്രോജക്റ്റ്, അതായത് ഇൻലൻഡ് ഷിപ്പിങ്ങിന് വേണ്ടി ഒരു കാര്യമായ ഒരു പ്രോജക്റ്റ് സർക്കാർ പ്രഖ്യാപിച്ചേക്കാനുള്ള സാധ്യത ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. അതോടൊപ്പം തന്നെ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, അതായത് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ്, അതിന്റെ സ്വഭാവത്തിൽ മാറ്റം വരുത്തുന്നു, അല്ലെങ്കിൽ അതൊരു പ്രത്യേക ഒരു ബോഡി എന്നുള്ള നിലയിൽ ഉള്ളത് ഇല്ലാതാക്കാനായിട്ടുള്ള ഒരു നടപടി ഉണ്ടാവുന്നു. അത് ഗവൺമെന്റിന്റെ ഒരു ഭാഗമായിട്ട് മാറ്റി കിഫ്ബിയിലേക്ക് കുറെ അധികം മാറ്റങ്ങൾ വരുത്താനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പോ ഈ തരത്തിലുള്ള പല നടപടികളുമാണ് സാധാരണഗതിയിൽ നാളത്തെ ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കാൻ സാധ്യത. താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കിഫ്ബിയുടെ കാര്യം, കാരണം ഈ ധവളപത്രത്തിൽ ഉൾപ്പെടെ അങ്ങനെ ഒരു പരാമർശമുണ്ടായിരുന്നു. ഈ കിഫ്ബി പദ്ധതികൾ വഴി വലിയ നഷ്ടം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചതായിരുന്നു. അപ്പോൾ ഈ കിഫ്ബി നിർത്തലാക്കില്ല എന്നുകൂടി പറയുന്നുണ്ട്. അപ്പോൾ അതിന് ബദലായി അല്ലെങ്കിൽ അതിൽ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുള്ള ഒരു പ്രഖ്യാപനം നാളെ പ്രതീക്ഷിക്കണോ? തീർച്ചയായിട്ടും വരാം. കാരണം ഈ കിഫ്ബി നേരത്തെ കഴിഞ്ഞ സർക്കാർ തുടങ്ങിയ അതേ രീതിയിൽ നമുക്ക് തുറന്നു പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോ ഈ കിഫ്ബിയുടെ, അതായത് കിഫ്ബിയെ പറ്റി പല കാര്യങ്ങളും CAG ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത് ഒരു ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് ബോഡിയായിട്ട് നിലനിൽക്കുന്നു. അത് സ്റ്റേറ്റിന്റെ ഈ ഫൈനാൻസുമായിട്ട് ഉൾക്കൊള്ളുന്നില്ല. അപ്പൊ ആ നിലയ്ക്ക് ഇത് സംസ്ഥാന സ്റ്റേറ്റ് ബഡ്ജറ്റിന്റെ ഭാഗമായിട്ട് തന്നെ ഈ കിഫ്ബിയെ മാറ്റുന്നു എന്ന് പറയുമ്പോൾ മറ്റ് ഒരു വകുപ്പ് മാറ്റം വരുത്തുന്ന പോലുള്ള മാറ്റം വരുത്തുന്നു. കിഫ്ബിയുടെ വരുമാനവും ചെലവും എല്ലാം സംസ്ഥാനത്തിന്റെ വരുമാനം ചെലവുമായിട്ട് കണക്കാക്കപ്പെടുന്നു. അതിനനുസരിച്ചുള്ള നടപടികളിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ അങ്ങനെയല്ല, ബഡ്ജറ്റിന്റെ പുറത്ത് എന്ന ഒരു ധാരണയിലാണ് കിഫ്ബി ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ അത് CAG അംഗീകരിച്ചിട്ടില്ല. CAG പറഞ്ഞിരിക്കുന്ന ഇത് ബഡ്ജറ്റിനകത്ത് തന്നെയാണ്. അതേസമയം വേറൊരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ കിഫ്ബിക്ക് വേണ്ടി കുറെ അധികം പണം ചെലവാക്കിയിട്ടുണ്ട്, പല പ്രോജക്റ്റുകൾ തുടങ്ങിയിട്ടുണ്ട്, പല ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. അതൊക്കെ പെട്ടെന്ന് ഇങ്ങനെ നമുക്ക് അത് ഇല്ലാതാക്കാനും കഴിയില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ പരിഗണിച്ചുകൊണ്ട് കിഫ്ബിയെ ഒരു വകുപ്പായിട്ടോ അല്ലെങ്കിൽ ഒരു സർക്കാരിന്റെ ഒരു ഭാഗമായിട്ടോ നിലനിർത്തുന്ന ഒരു നടപടിയിലേക്ക് പോകാനാണ് സാധ്യത. ശരി, വളരെ നന്ദി ശ്രീ പ്രകാശ് സാർ പ്രതികരിച്ചതിന്.
ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.